സ്റ്റഡി പ്ലാന് ലൈക്ക് ഇതെഴുതി വെക്കേണ്ട പോലെ എനിക്കിപ്പോൾ. ഹലോ ഗൈസ്, ഐ ആം സഫ്രീൻ ഫാത്തിമ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു സൈലൻസ് സ്റ്റഡി പ്ലാൻ വീഡിയോ ആണ്. ലൈക്ക് സൈലത്തിൽ മെയ് ടൈം ടേബിൾ ഇറങ്ങിയിട്ടുണ്ട്. അതിന് പറ്റിയൊരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യലാണ് ഇന്നത്തെ വീഡിയോ. ആൻഡ് നമ്മളൊരു സബ്സ്ക്രൈബർ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടൊക്കെ ആയിട്ടുള്ള അൻവറ നമുക്ക് എന്താ പറയുക ഈ ഒരു വീഡിയോക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ അതാണ് ഇന്ന് ചെയ്യുന്നത്. ആൻഡ് ടൈം ടേബിളിനെ കുറിച്ച് പറയുകയെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. ബിക്കോസ് ഇതുവരെ ലൈക്ക് 9th-ലും 8th-ത്തെ പോലെയല്ല ഇപ്രാവശ്യത്തെ എന്താ പറയുക ടൈം ടേബിള്. ഇപ്രാവശ്യം എക്സാംസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ യൂണിറ്റ് ടെസ്റ്റ്സ് ഒക്കെ വരുന്നുണ്ട്. സോ ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. ഇപ്രാവശ്യത്തെ മെയ് ടൈം ടേബിളിൽ തന്നെ ഐ തിങ്ക് എല്ലാ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെയും യൂണിറ്റ് ടെസ്റ്റ് വരുന്നുണ്ട്. ആൻഡ് നാളെ നമുക്ക് അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ എക്സാമാണ്. പഠിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ പഠിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടില്ലേ ചോദിച്ചാൽ പഠിച്ചിട്ടില്ല. ആൻഡ് ഇന്ന് രാത്രി ഒന്നും കൂടി ഇന്ന് എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നാളത്തെ എക്സാം നമുക്ക് എഴുതിയിട്ട് എഴുതാം, നല്ല മാർക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നാളെ തൊട്ടാണല്ലോ മെയ്. അപ്പം മെയ്യിൽ ടോട്ടലി വായിച്ചെങ്കിൽ എല്ലാ ഫസ്റ്റ് ചാപ്റ്റേഴ്സിൻ്റെയും ഒരു യൂണിറ്റ് ടെസ്റ്റ് നടക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്മളെ സെക്കൻഡ് ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ഫസ്റ്റ് വീക്കിൽ തന്നെ നമുക്ക് മാത്സ് എക്സാം ഉണ്ട്, ഹിസ്റ്ററി എക്സാം ഉണ്ട്. പിന്നെ ഞാൻ മറന്നുപോയി, ഏതോ നോക്കിയിട്ടുണ്ടായിരുന്നു, അതുണ്ട്. ഐ തിങ്ക് ഹിന്ദി വരുന്നുണ്ട്. അങ്ങനെ കുറേ എക്സാംസ് വരുന്നുണ്ട്. സോ പഠിക്കാൻ കുറേ ഉണ്ട് മെയ്യിൽ. അതുകൊണ്ട് സ്റ്റഡി പ്ലാൻ വെരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതാണ് പറയാനുള്ളത്. നമുക്കൊരു സ്റ്റഡി പ്ലാൻ നോക്കാം. അപ്പോൾ സ്റ്റഡി പ്ലാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെന്ന് നോക്കിയിട്ട് വരാം. ഇനി എക്സാം ഉള്ള ദിവസത്തെ സ്റ്റഡി പ്ലാൻ പറഞ്ഞുതരാം. അപ്പോൾ എക്സാം എന്തായാലും രാവിലെ 6 മണിക്കാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഇതുവരെയുള്ളതിൽ. അപ്പോൾ രാവിലെ നമ്മളൊരു 5 o'clock എണീക്കുന്നു. എന്താണ് എൻ്റെ പ്ലാൻ കേട്ടോ, ഇൻഷാ അല്ലാഹ് ഞാനത് ചെയ്യും. അപ്പോൾ രാവിലെ ഒരു 5 മണിക്ക് നമ്മൾ എണീക്കുന്നു. ആൻഡ് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആകുന്നു. ഒരു 5:15 ഒക്കെ ആകുമ്പോഴത്തേനും ഫ്രഷ് ആകുന്നു. ആൻഡ് 5:15 to 6 o'clock വരെ നമ്മൾ ഫോർമുലാസ്, ലൈക്ക് മാത്സ് ആണല്ലോ നാളത്തെ എക്സാം. മാത്സ് എക്സാമിന് നമ്മൾ ഭയങ്കര ഫോർമുലാസൊക്കെ നോക്കി എല്ലാ ക്വസ്റ്റ്യൻസും ലൈക്ക് ആ ഒരു ചാപ്റ്ററിലുള്ള മെയിൻ ഫോർമുലാസ് നോക്കിയിട്ട് നമ്മളെ ഇക്വേഷൻസ് നോക്കിയിട്ട് എന്താ പറയുക ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മറിച്ച് നോക്കിയിരുന്നു. ഒരു ക്വിക്ക് റിവിഷനാണ് ഞാൻ രാവിലെ ഉദ്ദേശിക്കുന്നത്. ഒരു 6 മണി വരെയുള്ള ടൈമിൽ പെട്ടെന്നൊരു ക്വിക്ക് റിവിഷൻ നമ്മൾ നടത്തുന്നു. ആൻഡ് 6 മണിക്ക് നമ്മൾ എക്സാം എഴുതുന്നു. എക്സാം എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ലൈക്ക് ഒരു ഈവനിങ് 7 മണിക്കാണെന്ന് തോന്നുന്നു. 7 മണി 7 മണിയാണോ 6 മണിയാണോ ഏതോ ഒരു ടൈമിൽ നമുക്ക് എന്തുട്ടാ ആൻസർ കീ ഡിസ്കഷൻ ഉണ്ട്. അതുവരെ നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുകയല്ല, നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്നു. ആൻഡ് അടുത്ത എക്സാം ഏതാണോ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. ഇതാണ് ഞാൻ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത്. ഇനി എക്സാം ഇല്ലാത്ത ദിവസത്തെ സ്റ്റഡി പ്ലാൻ പറഞ്ഞുതരാം. യൂഷ്വലി നമ്മൾ എക്സാം ഇല്ലല്ലോ, എന്നാലും റൂട്ടീൻ കൊണ്ട് കിടക്കണമെങ്കിൽ നേരത്തെ എണീക്കാം. ബട്ട് ഞാനൊരു നൈറ്റ് നല്ല ലേറ്റായി കിടക്കുന്ന ആളായ കാരണം ഞാനൊരു 8 മണിയൊക്കെ ആവും എണീക്കാൻ. അപ്പോൾ ആ ഒരു 8 മണിയല്ല 7:45 ആ ഒരു റേഞ്ചാണ്. അപ്പോൾ എണീച്ച് കഴിഞ്ഞാൽ അപ്പോൾ എണീക്കുന്നു. 8 മണിക്ക് ക്ലാസ് ഉണ്ടെങ്കിൽ 8 മണിക്ക് ക്ലാസ് കാണുന്നു. ആൻഡ് ആ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നോട്ട്സ് ഒന്ന് പഠിക്കാം. ലൈക്ക് അപ്പം എടുക്കുന്നത് അപ്പം പഠിക്കുക എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ പ്ലാന്. എടുക്കുന്നു പഠിക്കുന്നു അതാണ് നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ബെൻഡിങ് ആക്കി വെച്ച് അവിടെ ഇങ്ങനെ ഇരിക്കും. അതൊക്കെ നല്ലപോലെ ഉറപ്പായി. ലൈക്ക് എനിക്കറിയാം, ഞാൻ 9th അതുപോലെയല്ല ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് അത് ആ മിസ്റ്റേക്ക് ഇവിടെ വരുത്തേണ്ടത് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എടുക്കണത് അപ്പം പഠിക്കുക, അതാണ് എൻ്റെ നെക്സ്റ്റ് പ്ലാന്. പിന്നെ മെയ് മാസത്തെ ക്ലാസ്സും ഞാൻ ബാക്ക്ലോഗില്ലാണ്ട് കാണാൻ നല്ലപോലെ ശ്രമിക്കും. കാരണം എല്ലാ ക്ലാസ്സും പക്ക അടിപൊളിയായിട്ട് അപ്പം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പം തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാലും അധികം ടെൻഷൻ അടിക്കാണ്ട് നമ്മൾ ഭയങ്കര കൂളാണ്. നമുക്ക് ചിൽ ചെയ്യണമെങ്കിൽ ചിൽ ചെയ്യാം. ലൈക്ക് വെക്കേഷൻ അടിച്ച് പൊളിക്കുകയും ചെയ്യാം, പക്ഷേ പഠിക്കുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു ഇതിലാണ് ഇപ്പം നമ്മൾ നിൽക്കുക. അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ ആലോചിക്കും ബാക്ക്ലോഗൊക്കെ വന്ന് വെക്കേഷൻ ഒന്നും അടിച്ചു പൊളിക്കാൻ പറ്റില്ല. മൈൻഡ് മൊത്തം അയ്യോ കുറേ ക്ലാസ് ഉണ്ട് കണ്ടു തീർക്കാൻ, അയ്യോ ആ ഒരു മൈൻഡായിരിക്കും. പക്ഷേ നമ്മൾ ബാക്ക്ലോഗിലാണ്ട് കണ്ടു കഴിഞ്ഞാൽ എന്ത് സുഖമാണ്. നമ്മൾ
ക്ലാസ്സസൊക്കെ പക്ക പെർഫെക്റ്റ് ആയിട്ട് കാണുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മളിതുപോലെ എന്താ പറയുക, നമുക്ക് ഫ്രീ ടൈം കുറേ കിട്ടും. അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഈ പറഞ്ഞ സ്റ്റഡി പ്ലാനിൻ്റെ എന്താ പറയുക ലൈക്ക് ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാനത് പോസ്റ്റിലിടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുക ഗൈസ്. ബൈ.